ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ മോനെയും അമ്മേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടും അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് പോകാനൊക്കെ ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ. ഏതായാലും ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരുടെ കയ്യിലുള്ള ഒരു കവർ എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നിനും അല്ല കേട്ടോ, ഈ ഒരു കവർ കൊടുക്കാനാന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകാനായിട്ട് പറ്റും? അത് ശ്രുതിയുടെ റൂമാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അവിടെ വെച്ച് മറന്നു പോയത് ആണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അത് തരാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു ചെറിയ തന്ത്രം നമ്മുടെ ശ്രുതി ചെയ്യാണ്. ഇതിൽ ഈ കവർ എടുത്ത് മാറ്റി വെച്ചപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മയ്ക്ക് മനസ്സിലായില്ല. ശ്രുതിയുടെ അമ്മ ചോദിച്ചു, ഇത് എന്താ മോളെ കാണിക്കുന്നത്? നീ ഇതിന് ഈ കവർ എടുത്ത് മാറ്റി വെച്ചത് ഇത് ആവശ്യമുള്ളതല്ലേ? അത് പിന്നെ അമ്മ ഇപ്പൊ ഒന്നും അറിയണ്ട. ഏതായാലും ഇപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യും, ഇറങ്ങി താഴേക്ക് ചെല്ലും, ഇനി സമയം കളയണ്ട, പോകാൻ നോക്കാൻ പറയാ. അങ്ങനെ അവര് രണ്ടുപേരും കൂടി, ആദിയും ശ്രുതിയുടെ അമ്മയും കൂടി നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ചന്ദ്ര ഇവര് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം ശ്രുതി ആദ്യം താഴേക്ക് ഇറങ്ങി ചെന്നു കേട്ടോ. അപ്പൊ ശ്രുതിയോട് ചോദിച്ചു, അല്ല അവര് പോകാൻ റെഡിയായോ മോളെ? അവര് പോകാൻ റെഡിയായി ആന്റി. ഇന്നെങ്കിലും മക്കളെ നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടക്കാൻ പറ്റൂലോ. നശൂലങ്ങൾ പോട്ടെ ഇവിടുന്ന്, മനുഷ്യനെ മടുപ്പിക്കാനായിട്ട് ഓരോന്ന് വന്ന് വലിഞ്ഞു കയറിക്കോളും എന്നൊക്കെ ശ്രുതിയോട് പറയാ. ശ്രുതിയോട് ഒന്നും പറയുന്നില്ല. ഈ ഒരു സമയത്താണെങ്കിൽ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ കുഞ്ഞും കൂടെ മേളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. വന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു ചന്ദ്രയോട്, അതെ ഞങ്ങള് ഇറങ്ങുക. വേഗം വിട്ടോ, മേലിൽ ഈ വീട്ടിലേക്ക് ഇനി വരാൻ പാടില്ല. വന്നതൊക്കെ വന്നു, ഇത് ക്ഷേത്രമൊന്നും അല്ല, ഞാൻ അന്നദാനമൊന്നും നടത്തൊന്നുമില്ല. ചുമ്മാ വന്ന് കഴിച്ചിട്ട് കയറാനും ഇവിടെ വന്ന് താമസിക്കാനും. ഇത് സത്രമൊന്നും അല്ല. നിങ്ങൾ കാരണം എൻ്റെ മകനും മരുമകളും 2 രാത്രിയേ വെളിയിൽ കിടക്കേണ്ടി വന്നു. നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നല്ലോ ഒരുത്തൻ. അവനെ പോലെ എൻ്റെ മൂത്ത മോൻ കാർ ഡ്രൈവർ ഒന്നും അല്ല. തറയിൽ കിടക്കാനായിട്ട് അവനൊരു ബിസിനസ്മാന്. സച്ചി രേവതിയും വിളിച്ചാലേ അവരുടെ കൂടെ ഈ വീട്ടിലേക്ക് വരരുത്. ഞാൻ കാല് പിടിച്ച് പറയാം. ഇനി ഈ വീട്ടിലേക്ക് വന്നാല് ഇങ്ങനെയല്ലായിരിക്കും സ്വീകരിക്കുന്നത്. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ മോൻ കയറി ശ്രുതിനെ അമ്മയെന്ന് വിളിക്കാണ് കേട്ടോ. ശ്രുതി അപ്പുറം നിൽക്കുക. അപ്പൊ പെട്ടെന്ന് ചന്ദ്ര, അമ്മയോ? അത് പിന്നെ അവനെ അത് എന്നെ വിളിച്ചതാ. എന്നെ അമ്മമ്മേന്നും അമ്മയെന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു കൊച്ചിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വഷളത്തരം. അത് പിന്നെ ഇനി ഞങ്ങൾ വരില്ല കേട്ടോ. 2 ദിവസം ഇവിടെ കഴിയാൻ സമ്മതിച്ചതിൽ നന്ദി. നന്ദിയൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് പോയി തന്നാ മതി. പറഞ്ഞല്ലോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതി വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയോട് ചോദിക്കുക, നിനക്ക് എന്താടി പറ്റിയത്? നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു, എന്ത് പറ്റി? അതെ, ഒരു ചെറിയൊരു പൊടി വീണതാ. പൊടിയോ? എവിടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ ഊതി കൊടുക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ഏതായാലും ഈ സമയത്ത് ശ്രുതിക്ക് ശ്രുതിയോടുള്ള സ്നേഹം എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ അമ്മയ്ക്ക് മനസ്സിലായി. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പോയി കണ്ണ് കഴുകുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും. ഇല്ലില്ല, കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ശ്രുതി. മാറിയോ? മാറിയെന്നേ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നത്. സച്ചി ഇറങ്ങി വന്നിട്ട്, ആന്റി റെഡിയായോ പോകാനായിട്ട്? ആദിക്കുട്ടാ, എന്നാ ബാ നമുക്ക് പോകാം. എന്ത് കൂട്ടനാണെങ്കിലും കൊള്ളാം. 2 പേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പം നിന്റെ കൂടെ ഇവരുണ്ടാകരുത്. ഇനി ഞാന് ഇവരെ ഇവിടെ താമസിപ്പിക്കത്തില്ല. പിന്നെ അമ്മയുടെ ഉത്തരവാണോ ഇത്? കൂടുതൽ വാശി വെക്കല്ലേ. ചിലപ്പോ ഞാൻ വലിച്ചു കയറ്റിക്കൊണ്ട് ഇനിയും കൊണ്ടുവരും. എന്താ നിങ്ങൾക്ക് പ്രശ്നം? അതെ, ഇവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവര് ഒരു പ്രശ്നം ഉണ്ടാക്കാത്തവരാ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്തറിയാം? ഇവരുടെ വീട് സ്ഥലവും അറിയാം. പിന്നെ ഇവരെ കുറിച്ച് ഇവര് പറഞ്ഞ അറിവുണ്ട്, അല്ലാതെ വേറെ എന്തെങ്കിലും നിനക്ക് അറിയാമോ? ഇവര് പറയുന്നൊക്കെ സത്യമാകണമെന്നുണ്ടോ? നിനക്ക് ലേശം വെളിവും ബോധവും വെള്ളിയാഴ്ച ഇല്ലല്ലോ. എടാ, പുറമേ കാണുന്ന പോലെ അല്ലടാ എല്ലാവരും. ഉള്ളില് വേറെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. ഈ ചെറുക്കനെ കുറിച്ച് ഇവര് പറഞ്ഞതെല്ലാം കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണിന് പറ്റില്ല, കണ്ണ് കാണത്തില്ല, ആക്സിഡന്റ് ഉണ്ടായി, 2 ദിവസം എവിടെയെങ്കിലും വന്ന് താമസിക്കാമല്ലോ. പിന്നെ ഈ കൊച്ചിന്റെ തന്ത ഏതാ തള്ള ഏതാന്ന് ആർക്കറിയാം? ഇതിന് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? ഇത് കേട്ട് നമ്മുടെ ശ്രുതി ആജി എന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയും സച്ചിയൊക്കെ ഞെട്ടിട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിച്ചു, എന്താ ശ്രുതി? അല്ല, അവനെ ഒരു ചെറിയ കുട്ടിയല്ലേ, പാവം, എന്തിനാ അവനെ ഇങ്ങനെയൊക്കെ വഴക്കൊക്കെ പറയുന്നത്? പാവമല്ലേ, അവനെ വഴക്ക് പറയണ്ടെന്നേന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു ശ്രുതി, എന്തിനാണെന്നോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവമാണത്രേ. ഇത് പാവമൊന്നുമല്ല. നിനക്കെന്താ ഇപ്പൊ ഇവനോട് ഇത്ര സിമ്പതി? ഇന്നലെ വരെ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട്. ഇപ്പൊ എന്താ നിന്റെ മനമാറ്റം? ഇത് കേട്ടത് നമ്മുടെ സച്ചി, ഓഹോ,
അപ്പൊ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇവരെ പറഞ്ഞു വിടാൻ പാർലറേട്ടത്തി പ്ലാൻ ചെയ്തിരുന്നല്ലേ? കൊള്ളാലോ എന്റെ പൊന്നേടത്തി. ഹാ, ഇപ്പോഴല്ലേ മനസ്സിലായതെല്ലാം. ഓ, ആദ്യം ഊട്ടിയതും ഉറക്കിയതൊക്കെ ഒരു ഡ്രാമയായിരുന്നല്ലേ? ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ഒരു തന്ത്രമായിരുന്നല്ലേ? ഓ, ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറം കേടിയാണല്ലോ നീ. ഓ, സമ്മതിച്ചു തന്നിരിക്കുന്നെന്റെ പൊന്നു പൗഡർ എടുത്തി. അമ്മ വാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നേ ഉള്ളൂ. വാ തുറന്ന് പറയുകയും ചെയ്തു. പക്ഷെ നീ സൈലന്റ് ആയിട്ട് അതെന്നാ പറയുന്നത്? അങ്ങനെ ചെയ്യുന്നതിന് എന്താ പറയാ? അല്ല, എന്താണ് പറയാ എന്ന് സുധിയോട് ചോദിച്ചപ്പം സൈലന്റ് കില്ലർ. ആ, അത് തന്നെ, സൈലന്റ് കില്ലർ തന്നെയാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ സച്ചി വേണ്ട, ശ്രുതിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, സച്ചിയേട്ടാ സമയമായില്ലേ, ബാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം സച്ചി ആദിയോട് പറഞ്ഞു, എന്നാ പിന്നെ ബാ ആദി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയും സച്ചിയും ആദിയും ശ്രുതിയുടെ അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയോട് പറഞ്ഞു, അതെ ഞങ്ങളോട് ക്ഷമിച്ചേരെ, ഞങ്ങള് ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് വരില്ല, ഞങ്ങൾ പോവാ, ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ താമസിപ്പിച്ചില്ലേ അതിന് നന്ദി എന്ന് ചന്ദ്രയോട് പറഞ്ഞപ്പോ, ഓ ഒന്ന് പോകാൻ നോക്ക്, നന്ദി വേണ്ട, ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മയും കൊച്ചും കൂടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രുതിനെ തന്നെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ അമ്മ ഒരു വിഷമമൊക്കെ മനസ്സിലുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ശ്രുതിയുടെ മോനും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ കുട്ടിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ്. ആദ്യമായിട്ടാണല്ലോ ആ കുട്ടി ഒരു അമ്മേനെ കാണുന്നത്. ആ കുട്ടിക്ക് അമ്മയുണ്ടെന്ന് പോലും അതിനറിയത്തില്ലായിരുന്നു. ഈ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രുതി അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. അപ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ, ഓ വാവ്, ഇനി ആ മുറി നമുക്ക് സ്വന്തം, ഇനി ആ മുറി ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, വാ നീ വാ പെട്ടെന്ന് വാ, നമുക്ക് നമ്മുടെ മുറി പോകാന്ന് പറയാ. എന്നിട്ട് ശ്രുതി നേരെ മുറി പോകുന്നു. നമ്മുടെ ശ്രുതിക്ക് ഇതൊന്നും കേട്ടിട്ട് അത്രയ്ക്ക് സന്തോഷമൊന്നും ആവുന്നില്ല. ശ്രുതി ഇങ്ങനെ വിഷമത്തോടു കൂടി തന്നെ നിൽക്കുന്നു, മുറിയിലൊന്നും പോകുന്നില്ല കേട്ടോ. ശ്രുതി അങ്ങോട്ട് പോകുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ശ്രുതി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി വന്നിട്ട്, ഹോ എന്തായാലും അവര് രണ്ടാളും പോയല്ലോ, ഇനി തിരികെ വരത്തില്ലായിരിക്കും അല്ലേ? അല്ല ആരുടെ കാര്യമാ? അല്ല ആ തള്ളയും പേരക്കുട്ടിയും. നശൂർണങ്ങള്, അമ്മ പറഞ്ഞത് ശരിയാണെന്നേ, വലിഞ്ഞു കയറി വന്നേക്കുക. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം തിരികെ വല്ലതും വരുമോ ശ്രുതി? ഏയ് ഇല്ല, വരില്ല. ഓ, സമാധാനമായി സന്തോഷമായി സുസ്മിതമായി. ആ സച്ചിക്ക് വേറെ ഒരു പണിയും ഇല്ലല്ലോ, എന്താ ഏതാ എവിടുന്ന് വന്നതാ എന്നൊന്നും അറിയാതെ വീട്ടിൽ വല്ലവരെയും വന്ന് താമസിപ്പിക്കാന്. അത് പിന്നെ സച്ചിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അല്ല ശ്രുതിയും നേരത്തെ പറഞ്ഞിരുന്നല്ലോ കുഴപ്പമില്ലായിരുന്നെന്ന്, ഇപ്പൊ എന്താ പറ്റിയത്? അത് പിന്നെ ഞാനൊരു മര്യാദയുടെ പേരിൽ പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറുമ്പോൾ പരിചയമുള്ള ആരെങ്കിലും അവിടെ വെച്ച് കണ്ടാല് ബാ ഒരു ചായ കുടിക്കാമെന്ന് നമ്മൾ പറയില്ല, അതൊരു നമ്മൾ മര്യാദയുടെ പേര് പറയുന്നല്ലേ. അപ്പം അതെന്താ പ്രശ്നം? അപ്പൊ അവര് പറയണം എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ എന്ന് പറയണം, അതല്ലേ മാനേഴ്സ്? അല്ലാതെ പിന്നെ ചായ കുടിച്ചോളാന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വന്ന് ഓസിനിരുന്ന് ചായ കുടിക്കുകയാണോ ചെയ്യേണ്ടത്? അത് ശരിയാണോ? ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് കല്ലി വരും കേട്ടോ. ഈ സമയം വീണ്ടും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഓ നമ്മള് മര്യാദയ്ക്ക് അവരോട് പറഞ്ഞു ഇവിടെ താമസിച്ചോളാം, അതൊരു മര്യാദയുടെ പുറത്ത്. പക്ഷെ അവരെന്തിനാ ഇവിടെ താമസിച്ചത്? 2 ദിവസം ഇവിടെ സുഖിച്ച് താമസിച്ചിട്ടാ പോയത്. ഇതൊക്കെ കൊണ്ടാ ഞാൻ ആരോട് സിമ്പതി കാണിക്കാത്തത്. എനിക്ക് സിമ്പതി കാണിക്കുന്ന ഇഷ്ടമല്ല ശ്രുതി. 2 ദിവസം നമുക്ക് AC ഇല്ലാതെ താഴെ മരവിച്ച് കിടക്കേണ്ടി വന്നില്ലേ? മനുഷ്യൻ ശരിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല. എന്നിട്ടോ വന്ന ലേഡിയും പയ്യനും AC ഇട്ട് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുമല്ലായിരുന്നോ? ഓ, അതൊക്കെ കൊണ്ട് അവർക്ക് ഇവിടുന്ന് പോകാൻ തോന്നാത്തത്. എന്റെ പൊന്നു സുധി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? സുധി ഒന്നും മിണ്ടാതിരിക്കുക. ഞാനന്ന് അവരുടെ വീട്ടിൽ പോയതല്ലേ, ഒരു ചെറിയ വീട് അവരുടേത്. AC ഇല്ല, ഒന്നുമില്ല. ഇവിടെ കണ്ടില്ലേ നല്ല സെറ്റപ്പ് മുറി, AC, ഫാന്, നല്ല കട്ടില്, ബെഡ്. ഓ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാ. അവര് പോയില്ലായിരുന്നെങ്കില് 1 മാസം അവരിവിടെ തിന്നും കുടിച്ചും ഓസിന് താമസിച്ചനെ. സ്റ്റോപ്പ് ഇറ്റ് സുധി, ഇനി ശ്രുതി പറയരുത്, ഇനി ഈ വിഷയത്തെക്കുറിച്ച് ശ്രുതി സംസാരിക്കരുത്. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴത്തേക്കും എന്താ വലിയ AC-യും ഫാനും കൊണ്ടൊക്കെയാണോ വന്നത്? അല്ലല്ലോ, ഇത് രാജകൊട്ടാരമൊന്നും അല്ലല്ലോ. അവരൊരു ആവശ്യത്തിന് വന്ന് ഇവിടെ ഒന്ന് താമസിച്ചു. അതിന് ശ്രുതി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൂടുതൽ അഹങ്കാരം കാണിക്കരുത് കേട്ടോ ശ്രുതി, അത് നല്ലതല്ല. അല്ല ശ്രുതി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാന് നിന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും അല്ലല്ലോ പറഞ്ഞത്, നിന്റെ അമ്മയെ കുറിച്ചോ നിന്റെ മോനെ കുറിച്ചോ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. മലേഷ്യയിലുള്ള നിന്റെ വീടുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ ഈ വീട് ഒന്നും അല്ലായിരിക്കും. പക്ഷെ ഈ നാട്ടിലെ അത്യാവശ്യം നല്ലൊരു വീട് തന്നെ ഇത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്.
എങ്കിലും നീ അങ്ങനെ ഈ വീടിനെ ചെറുതാക്കി പറയാൻ പാടില്ലായിരുന്നു. മോശമായിപ്പോയി ശ്രുതി, മോശമായിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പം അതെ, നമ്മളും പാവവും പുണ്യമൊക്കെ അറിഞ്ഞു തന്നെയല്ലേ പ്രവർത്തിക്കേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത്, അതും കൊണ്ടാ. ഓ, അതും കൊണ്ടാണല്ലേ. അല്ല, നിനക്ക് വിഷമമായോ ശ്രുതി ഞാൻ പറഞ്ഞത്? എന്നോട് നീ അങ്ങ് ക്ഷമിക്ക്, ഞാൻ ക്യാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. നീയെ അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത്. നീ എന്നോട് ക്ഷമിക്കില്ലേ ശ്രുതി? നീ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ എന്നോട് ക്ഷമിക്കുന്നത്? നീ പിണങ്ങിയോ? ഏയ്, പിണങ്ങിന്നൊന്നുമില്ല. ഞാനേ ഇന്ന് ഷോപ്പിൽ വരുന്നില്ല, എനിക്ക് പാർലറിലൊന്ന് പോകണം. പാർലറിൽ പോയിട്ട് ഞാൻ പിന്നെ ഷോപ്പിലേക്ക് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അലമാരയിൽ നിന്ന് ആ ഒരു പൊതി എടുക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ശ്രീകാന്ത് അല്ലല്ലോ, സോറി, ശ്രുതിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് മാറ്റി വെച്ച ആ ഒരു പൊതിയില്ലേ, ആ പൊതി എടുക്കാണ്. ആ പൊതി എടുത്തിട്ട് ബാഗും എടുത്ത് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ശ്രുതിയാണെങ്കിൽ ഇത് എന്താ ഇവള് പോകുന്നതെന്ന് ഓർക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് സംസാരിക്കാനോ ശ്രുതിക്ക് ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു അവസരം നമ്മുടെ ശ്രുതി ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പൊ ശ്രുതി പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇത് എന്താ പറ്റിയത്? എന്താ പെട്ടെന്ന് ഇവക്കൊരു മാറ്റവും അവരോടൊരു സ്നേഹവും? അല്ല, ഞാൻ പറയുന്നതൊക്കെ തെറ്റാന്ന് പറയുകയും ചെയ്യുന്നു, ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടനെ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മുടെ ആദിയും രേവതിയും സച്ചിയൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം പറയുക, ഇതെന്താ കുറെ നേരമായല്ലോ, ഡോക്ടർ അങ്കിൾ എന്താ വരാത്തത്? നിനക്ക് എല്ലാവരെയും കാണാൻ കൊതിയായോടാ? ആന്നേ, കൊതിയായെന്ന്, എനിക്ക് എല്ലാവരെയും കാണണം. അതെ, ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ അങ്കിളിനെ പോയി കൂട്ടിയിട്ട് വാ. സച്ചി അങ്കിള് പോയി. ഓ, അതിനല്ലേ നിന്റെ അമ്മമ്മ പോയത്? നിന്റെ അമ്മമ്മ പോയി കൂട്ടിക്കൊണ്ട് വരും. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു, ദേ നിന്റെ അമ്മമ്മ വന്നല്ലോ എന്ന്. അപ്പൊ തന്നെ അമ്മമ്മ വന്നു കേട്ടോ. അപ്പം കൊച്ചു ചോദിച്ചു, ഡോക്ടർ അങ്കിൾ വന്നില്ലേ? ആ, ഡോക്ടർ അങ്കിൾ ഇപ്പം വരും മോനെ. കേട്ടല്ലോ നിന്റെ അമ്മ പറഞ്ഞത്, ഇപ്പൊ തന്നെ ഡോക്ടർ അങ്കിള് വരും. ഡോക്ടർ അങ്കിള് വന്നു കഴിഞ്ഞ് നിന്റെ കണ്ണിലെ കെട്ടഴിക്കും എല്ലാവരെയും നിനക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ബീച്ചിലും പാർക്കിലും സിനിമയ്ക്കും ഒക്കെ പോകണ്ടേ? ബാൻഡേജ് അടിച്ചു കഴിഞ്ഞാല് നിന്നെ ഇവിടെയൊക്കെ കൊണ്ടുപോകാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. നീ മറന്നോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല, നമുക്ക് എല്ലായിടത്തും പോകാമേ. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ, അവിടേക്ക് നമുക്ക് പിന്നെ ഒരു ദിവസം പോകാമേ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണം. അയ്യോ, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ ആൻറ്റി? അയ്യോ, ഇന്ന് തന്നെ പോകണം മോളെ, ഇന്ന് തന്നെ ചെല്ലണം. പോയിട്ടേ, കുറച്ച് അത്യാവശ്യമുണ്ട്. ഒരത്യാവശ്യമില്ല. എന്ത് അത്യാവശ്യം? എൻ്റെ വീട്ടിൽ താമസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ പറയുന്നതൊക്കെ ആൻറ്റിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ആൻറ്റി. അവരുടെ മകനല്ലേ ഞാൻ, എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത് എപ്പോഴും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ശ്രുതിയെ വർഷയാണ് ആൻറ്റിയും കൂട്ടി വീട്ടിൽ ചെന്നിരുന്നെങ്കിലേ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. ഞങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് ആൻറ്റിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടാ. എൻ്റെ അടുത്ത ആളാണല്ലോ ആൻറ്റി, അതുകൊണ്ടാ. വീട് രേവതി, അതൊന്നും പറയണ്ട. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ. അത് ആൻറ്റിക്കൊക്കെ മനസ്സിലാവും. ആൻറ്റിക്ക് മനസ്സിലാകാതെ പിന്നെ അത് ആർക്ക് മനസ്സിലാകാനാ? ആൻറ്റി 2 ദിവസം കൊണ്ട് താമസിച്ചിട്ട് നമുക്ക് പോകാം. അയ്യോ വേണ്ട മോനെ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, എനിക്ക് നാട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്. ഇവന് സ്കൂളിൽ പോകണമല്ലോ, ഇപ്പൊ തന്നെ കുറെ ക്ലാസ് പോയി. ഞങ്ങൾ ഇപ്പൊ തന്നെ നാട്ടിലേക്ക് പോകരുത് എന്ന് പറയരുത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു നേഴ്സ് വന്നിട്ട്, അതെ, ഈ മെഡിസിൻ ഒന്ന് മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് സച്ചിയുടെ കൈ കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, അതെ, അതിങ്ങ് തന്നാൽ ഞാൻ മേടിച്ചോളാം. അയ്യോ വേണ്ട വേണ്ട, ഇത് ഞങ്ങൾ മേടിച്ചോളാം, രേവതി ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് മെഡിസിൻ മേടിക്കാനായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് ഡോക്ടർ വരുന്നത്. ഇവര് മെഡിസിൻ മേടിക്കാൻ പോയ സമയത്താണ് ഡോക്ടർ കയറി വരുന്നത്. അങ്ങനെ ഡോക്ടർ കയറി വന്ന് നമ്മുടെ ആദ്യോട് ചോദിക്കുക, എങ്ങനെയുണ്ട്, ഇപ്പൊ കണ്ണ് കാണാൻ പറ്റുമോ? അതെന്ത് ചോദ്യമോ ഡോക്ടർ ചോദിക്കുന്നത്? എന്റെ കണ്ണ് കെട്ടി വെച്ചേക്കല്ലേ, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഓ, നീ മിടുക്കനാണല്ലോടാ, എന്നാ പിന്നെ നമുക്കേ ഈ കേട്ടം കഴിച്ചേക്കാന്ന്. ഈ സമയത്ത് കുട്ടിക്ക് ശ്രുതി വരാത്തതിന്റെ വിഷമമുണ്ട് കേട്ടോ. ആദ്യമായിട്ട് അമ്മേനെ കാണണമെന്നാണല്ലോ പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഹോസ്പിറ്റലിൽ എത്തുക തന്നെയാണ്. അങ്ങനെ ആ ഡോക്ടർ വന്ന് പതിയെ ഇങ്ങനെ കെട്ടൊക്കെ ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ അഴിച്ചെടുക്കുകയാണ്. അഴിച്ചെടുക്കുമ്പോഴത്തേക്കും ശ്രുതി ആ ഒരു റൂമിന്റെ വെളിയിൽ വാതിക്കൽ തന്നെ വന്നായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ വന്നവിടെ നിൽക്കുന്നു. പെട്ടെന്ന് കെട്ടഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ മോനെ ആദ്യം കാണുന്നത് ശ്രുതിനെ തന്നെയാണ്. ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ. കാരണം കുട്ടി ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ. പെട്ടെന്ന് ശ്രുതിയുടെ അമ്മയെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വന്നിരിക്കുന്നു. അങ്ങനെ കെട്ടൊക്കെ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ ഇന്ന് തന്നെ വീട്ടിൽ പോകാട്ടോ, പ്രശ്നമൊന്നുമില്ല, പിന്നെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യിക്കരുത് കണ്ണുകൊണ്ട്.
ടി വിയും അങ്ങനെ മൊബൈൽ ഫോണൊന്നും കാണിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ഇവൻ കാണാറില്ല സാറേ. സാധാരണ പിള്ളേരൊക്കെ ടി വി മൊബൈലും ഒക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടി ഓടി കളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതാ നല്ലത്. ഈ കാലത്ത് അങ്ങനെയുള്ള കുട്ടികളെ കിട്ടാൻ പാടാണല്ലോ. ഏതായാലും ഒരു കാര്യം ചെയ്യുക, ഇന്ന് തന്നെ ഡിസ്ചാർജ് മേടിച്ചല്ല, ഇന്ന് തന്നെ ഇവിടുന്ന് പോക്കോ. ഇനിയിപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കാണിച്ചാൽ മതിയെന്ന്. ഈ സമയത്ത് ഡോക്ടർ പോയി. അപ്പം നമ്മുടെ ശ്രുതി കയറി വന്ന ഉടനെ തന്നെ അമ്മേ എന്ന് വിളിക്കാൻ കേട്ടോ നമ്മുടെ ആദി. ഓടി വന്ന് ശ്രുതി കുട്ടീനെ കെട്ടിപ്പിടിക്കുകയാണ്. ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. വല്ലാത്ത സ്നേഹപ്രകടനം. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല മോൻ ആദ്യം അമ്മേനെ തന്നെ കണ്ടല്ലോ, സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി. എന്തിനാ ആന്റിയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞത്? എൻ്റെ അമ്മയാണെന്ന് എന്താ എന്നോട് പറയാത്തത്? അങ്ങനെ പറയത്തില്ലായിരുന്നോ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. ശ്രുതി മോനെ കെട്ടിപ്പിടിച്ചിട്ട്, അതേ മോന് അതൊക്കെ പിന്നെ മനസ്സിലാവും കേട്ടോ, ഇപ്പം സോറി കേട്ടോ, ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാ. അതൊന്നും പറഞ്ഞാൽ ഇപ്പം എൻ്റെ മോന് മനസ്സിലാവില്ല. എൻ്റെ മോന് മനസ്സിലാവുന്ന ഒരു കാലം വരും, അന്ന് പറയാം. അതെ, ഞാൻ അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് ഇനി ആരെയും പറയില്ലല്ലോ, എനിക്ക് അമ്മയുണ്ടല്ലോ. എല്ലാവരും എന്നെ കളിയാക്കിയില്ലേ, ഇനി അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ തല ഉയർത്തി പിടിച്ച് നടക്കും, എനിക്ക് അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കിക്കോ, അമ്മ ഉടനെ തന്നെ എൻ്റെ സ്കൂളിൽ വരണേ, എൻ്റെ കൂട്ടുകാരോട് പറയണേ എൻ്റെ അമ്മയാണെന്നേ. തീർച്ചയായിട്ടും മോൻ്റെ സ്കൂളിൽ വരാം, എല്ലാവരോടും പറയാം മോൻ്റെ അമ്മയാണെന്ന്. എന്നാൽ പിന്നെ ഇന്ന ഒരു ചക്കര ഉമ്മ എന്നും പറഞ്ഞ് കുഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കടന്നു വരുന്നത് കേട്ടോ. രേവതി വരുന്നു. പെട്ടെന്ന് ഈ ഒരു കാഴ്ച കാണുമോ, നമ്മുടെ ശ്രുതി ആ കുട്ടീനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന കാഴ്ച. അയ്യോ, നമ്മുടെ രേവതി കണ്ണു തള്ളിപ്പോയില്ലേ, വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ ശ്രുതി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു കുഞ്ഞിനെ, ആദ്യമോനെ. ഇതിൽ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയാണ്, അതുമായിട്ട് വരാം. പിന്നെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ അലീനയുടെ ഇന്നത്തെ വിശേഷവും ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.